പ്രിയ സുഹൃത്തുക്കളെ, ആംഡസ് സൊല്യൂഷൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ച് നാളത്തെ ഗ്യാപ്പുകൾക്ക് ശേഷമാണ് നമ്മൾ വീണ്ടും കണ്ടുമുട്ടുന്നത്. ചില വർക്ക് തിരക്കുകളുടെയൊക്കെ ഇടയിൽപ്പെട്ടുപോയി വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ സമയം കിട്ടാതെ വന്നതുകൊണ്ടാണ് ഇത്രയും ഇടവേള വന്നത്. ഇന്നത്തെ വീഡിയോ നമ്മൾ ഓഡിയോ ഇൻ്റർഫേസുകളെക്കുറിച്ചുള്ള ഒരു ഇൻട്രൊഡക്ഷനാണ്. വരുന്ന വീഡിയോകളിൽ നമുക്ക് ഓഡിയോ ഇൻ്റർഫേസുകളെക്കുറിച്ച് വിശദമായിട്ട് തന്നെ പഠിക്കാം. ഓഡിയോ ഇൻ്റർഫേസസ് സാങ്കേതികമായി ഒരു കമ്പ്യൂട്ടറിൻ്റെ ശബ്ദവുമായി ബന്ധപ്പെട്ട കഴിവുകൾ വികസിപ്പിക്കാനും മെച്ചപ്പെടുത്താനും ഉപയോഗിക്കുന്ന ഹാർഡ്വെയറിനെയാണ് ഓഡിയോ ഇൻ്റർഫേസ് അഥവാ സൗണ്ട് കാർഡ് എന്ന് പറയുന്നത്. നമ്മൾ ഉപയോഗിക്കുന്ന ഒട്ടുമിക്ക ഓഡിയോ ഇൻ്റർഫേസുകൾക്കും വിവിധ തരത്തിലുള്ള സിഗ്നലുകളെ സ്വീകരിക്കാനുള്ള കഴിവുണ്ട്. പ്രധാനമായിട്ടും രണ്ട് തരത്തിലുള്ള സിഗ്നലുകളാണ് ഇത്തരത്തിലുള്ള എല്ലാ ഓഡിയോ ഇൻ്റർഫേസുകളും കൈകാര്യം ചെയ്യുന്നത്. അതിൽ ആദ്യത്തെ സിഗ്നലുകളെ നമ്മൾ എന്ത് വിളിക്കാം? അനലോഗ് സിഗ്നൽ എന്ന് വിളിക്കാം. രണ്ടാമത്തെ സിഗ്നലുകളെ നമുക്ക് ഡിജിറ്റൽ സിഗ്നലുകൾ എന്ന് വിളിക്കാം. വിവിധ തരത്തിലുള്ള ഓഡിയോ സിഗ്നലുകളെ കുറിച്ചൊരു വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചേർത്തിട്ടുണ്ട്, അതൊന്ന് കാണുക. അപ്പോൾ അനലോഗ് സിഗ്നലുകൾ പ്രധാനമായിട്ടും വരുന്നത് മൈക്രോഫോൺ ലെവൽ സിഗ്നൽ, ഇൻസ്ട്രുമെൻ്റ് ലെവൽ സിഗ്നലുകൾ, ലൈൻ ലെവൽ സിഗ്നലുകൾ തുടങ്ങിയവയാണ്. അതായത് ഇപ്പോൾ നമ്മൾ മൈക്രോഫോണിൻ്റെ ഔട്ട്പുട്ടിൽ കിട്ടുന്ന സിഗ്നലിൻ്റെ സ്ട്രെങ്ത് ആയിരിക്കത്തില്ല ഒരു പിക്കപ്പ് ഉപയോഗിച്ച് ഒരു ഗിത്താറോ അല്ലെങ്കിൽ ഒരു വയലിനോ നമ്മൾ പ്ലേ ചെയ്യുമ്പോൾ കിട്ടുന്ന സിഗ്നൽ. അതുപോലെ തന്നെ നമ്മൾ പ്രൊഫഷണൽ മ്യൂസിക് പ്ലേയിങ് എക്യുപ്മെൻറ്റ്സ്, ഇപ്പോൾ റിതം പാഡ്, കീബോർഡ്, അത്തരത്തിലുള്ള എക്യുപ്മെൻറ്റുകളിൽ നിന്ന് കിട്ടുന്ന സിഗ്നൽ ഇവയേക്കാൾക്ക് കുറച്ച് ഉയർന്ന ലെവലിലുള്ളതായിരിക്കും. അതിനെ നമ്മൾ ലൈൻ ലെവൽ സിഗ്നൽ എന്ന് വിളിക്കുന്നത്. ഇത്തരത്തിലുള്ള സിഗ്നലുകളെല്ലാം തന്നെ സ്വീകരിക്കാനും അതിന് വേണ്ട വിധത്തിലുള്ള ആംപ്ലിഫിക്കേഷൻ കൊടുക്കാനും അതിനുശേഷം അതിനെ കൺവേർട്ട് ചെയ്യാനും വേണ്ടിയിട്ടുള്ള എല്ലാ സർക്യൂട്ടറിയും ഈ ഓഡിയോ ഇൻ്റർഫേസുകളിൽ നമ്മൾ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അനലോഗ് സിഗ്നലുകൾക്കൊപ്പം തന്നെ ഡിജിറ്റൽ ഓഡിയോ ഇൻഫർമേഷനെയും സ്വീകരിക്കാനുള്ള കഴിവ് ഇത്തരത്തിലുള്ള പ്രൊഫഷണൽ ഓഡിയോ ഇൻ്റർഫേസുകൾക്ക് മിക്കവയിലും തന്നെ ഉണ്ട്. ഡിജിറ്റൽ സിഗ്നലുകളിൽ പ്രധാനമായിട്ടും വരുന്നത് SPDIF ഫോർമാറ്റിലുള്ള ഡിജിറ്റൽ ഓഡിയോ ഇൻഫർമേഷൻ, അതുപോലെ ADAT ഫോർമാറ്റിലുള്ള 8 ചാനൽ ഓഡിയോ ഇൻഫർമേഷനും ഡിജിറ്റൽ സിഗ്നലുകളിൽ പ്രധാനപ്പെട്ടതാണ്. അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന MIDI സിഗ്നലുകളും ഡിജിറ്റൽ സിഗ്നലിൻ്റെ കൂട്ടത്തിൽ പെട്ടതാണ്. ഇത്തരത്തിലുള്ള വിവിധ ഫോർമാറ്റിൽപ്പെട്ട അനലോഗ് ഡിജിറ്റൽ ഇൻഫർമേഷനെ സ്വീകരിക്കാനും ആ സ്വീകരിക്കുന്ന സിഗ്നലുകൾക്ക് വേണ്ട തരത്തിലുള്ള കൺവേർഷൻ നടത്തിയതിന് ശേഷം അല്ലെങ്കിൽ ആവശ്യമായ കൺവേർഷൻ നടത്തിയതിന് ശേഷം ഏതെങ്കിലും ഒരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ഫോർമാറ്റ് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്ന ഡിജിറ്റൽ ഓഡിയോ വർക്ക് സ്റ്റേഷനുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും അവയിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷനെ സ്വീകരിച്ച് ആവശ്യമായ പരിവർത്തനങ്ങൾ നടത്തി നമുക്ക് ആവശ്യമുള്ള ഡിവൈസുകളിലേക്ക് കൺവേർട്ട് ചെയ്തെത്തിക്കാനുമുള്ള കഴിവ് ഈ ഓഡിയോ ഇൻ്റർഫേസുകൾക്കുണ്ട്. അതായത് ചിലപ്പോൾ നമുക്ക് അതിനകത്ത് അനലോഗ് സിഗ്നലായിരിക്കും പുറത്തേക്ക് എടുക്കേണ്ടത്, ചിലപ്പോൾ നമുക്ക് ഡിജിറ്റൽ സിഗ്നലുകളായിരിക്കും പുറത്തേക്ക് എടുക്കേണ്ടത്. ഇനി അതല്ല നമ്മൾ ഒന്നിൽ കൂടുതൽ ഡിവൈസുകൾ ഉപയോഗിക്കുന്നതെങ്കിൽ MIDI സിങ്ക്രണൈസേഷൻ ആവശ്യമുണ്ടായിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ള എല്ലാ സിഗ്നലുകളെയും സ്വീകരിക്കാനും അതുപോലെ തന്നെ ആ സിഗ്നലുകളെ വെളിയിലേക്ക് മറ്റുള്ള ഉപകരണങ്ങളിലേക്ക് കണക്ട് ചെയ്യാനുമുള്ള പോർട്ടുകളെല്ലാം തന്നെ ഇത്തരത്തിലുള്ള പ്രൊഫഷണൽ ഓഡിയോ എക്യുപ്മെൻറ്റുകളിൽ സജ്ജമാണ്. ഓഡിയോ ഇൻ്റർഫേസുകളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഇവ നമ്മൾ കമ്പ്യൂട്ടറൈസ്ഡ് മ്യൂസിക് പ്രൊഡക്ഷൻ സിസ്റ്റത്തിനകത്തെ ശബ്ദ നിലവാരം വളരെയധികം മെച്ചപ്പെടുത്തും. അതിനൊപ്പം തന്നെ നമുക്ക് ആവശ്യമുള്ള ഇൻപുട്ട് ഔട്ട്പുട്ട് കോൺഫിഗറേഷൻ സെലക്ട് ചെയ്ത് എടുക്കാം എന്നുള്ളത് ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ്. ഇത്തരം ഡിവൈസുകളിൽ പൊതുവെ ലാറ്റൻസി വളരെയധികം കുറവായിരിക്കും. ചുരുക്കത്തിൽ നമുക്ക് കമ്പ്യൂട്ടറൈസ്ഡ് മ്യൂസിക് പ്രൊഡക്ഷൻ സംവിധാനങ്ങളിൽ ഓഡിയോ ഇൻ്റർഫേസുകൾ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഉപകരണം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കിതിൻ്റെ ഇൻറ്റേർണൽ സ്ട്രക്ചർ എന്താണെന്നൊന്ന് പഠിച്ചു വരാം. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് സാധാരണഗതിയിൽ നമ്മൾ എല്ലാവരും ഓഡിയോ ഇൻ്റർഫേസ് ഉപയോഗിക്കുന്നവരാണ്. അപ്പോൾ ഈ ഓഡിയോ ഇൻ്റർഫേസുമായിട്ട് അല്ലെങ്കിൽ ഡിജിറ്റൽ മ്യൂസിക് പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാ മേഖലകളിലും ഏതെങ്കിലുമൊക്കെ തരത്തിലുള്ള പ്രശ്നങ്ങൾ എപ്പോഴെങ്കിലുമൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ കാർഡുകൾ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ഇത് എങ്ങനെയൊക്കെയാണ് കമ്പ്യൂട്ടറായിട്ട് ഇൻ്റർഫേസ് ചെയ്യുന്നത്, അത്തരം കാര്യങ്ങളെക്കുറിച്ചൊരു ചെറിയ അറിവുണ്ടെങ്കിൽ അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ ചെറിയ പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമുക്ക് തന്നെ അത് പരിഹരിക്കാൻ പറ്റും. മറ്റുള്ളവരുടെ സഹായം ഇല്ലാതെ തന്നെ നമ്മുടെ മ്യൂസിക് പ്രൊഡക്ഷൻ വർക്കുകൾ വലിയ ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ആർജവം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അപ്പോൾ ഇവിടെ ഒരു സംശയം ഇനിയിപ്പോൾ നമ്മുടെ മനസ്സിനകത്ത് എന്തായാലും ഉണ്ടാകാം. അതായത് കമ്പ്യൂട്ടറിൻ്റെ മദർ ബോർഡിൽ തന്നെ ഇൻ്റഗ്രേറ്റഡ് ആയിട്ടൊരു ഓഡിയോ ഇൻ്റർഫേസ് ഉണ്ട്, അതും സൗണ്ട് കാർഡ് അല്ലേ എന്ന്. അതും ഒരു സൗണ്ട് കാർഡ് തന്നെയാണ്. അത് സിസ്റ്റത്തിനകത്ത് ഉപയോഗിക്കുന്ന സിസ്റ്റത്തിൽ നിന്ന് വരുന്ന എല്ലാ ഓഡിയോ ഇൻഫർമേഷനെയും നമുക്ക് കേൾപ്പിക്കാൻ വേണ്ടിയാണ് സിസ്റ്റത്തിൻ്റെ കൂട്ടത്തിൽ നമ്മളൊരു സൗണ്ട് കാർഡ് അല്ലെങ്കിൽ ഒരു ഓഡിയോ ഇൻ്റർഫേസ് ഇൻ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നത്. അതും നമ്മൾ ഉപയോഗിക്കുന്ന പ്രൊഫഷണൽ ഇൻ്റർഫേസുമായിട്ടുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രൊഫഷണൽ ഇൻ്റർഫേസുകൾക്ക് പലതരത്തിലുള്ള ഇൻപുട്ട് സിഗ്നലിനെ ഹാൻഡിൽ ചെയ്യാനുള്ളൊരു കേപ്പബിലിറ്റി ഉണ്ട്. ഇൻ്റഗ്രേറ്റഡ് സൗണ്ട് കാർഡുകൾ ഒരു സിസ്റ്റത്തിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഓഡിയോ ഇൻഫർമേഷനെ സ്പീക്കർ വഴി നമ്മൾ കേൾപ്പിക്കാനുള്ള ഒരു പർപ്പസിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഇൻപുട്ടുകളുടെ എണ്ണം കുറവായിരിക്കും, ഔട്ട്പുട്ടുകളുടെ എണ്ണവും കുറവായിരിക്കും. മാത്രമല്ല ഇത്തരം ഇൻ്റഗ്രേറ്റഡ് സൗണ്ട് കാർഡുകളിൽ
നമ്മളതിനകത്ത് ഉപയോഗിക്കുന്ന ഓഡിയോ ഡ്രൈവേഴ്സും ഡിഫറൻ്റ് ആയിരിക്കും. സാധാരണ ഇപ്പോൾ വിൻഡോസ് നമ്മൾ ഉപയോഗിക്കുന്ന WDM ഡ്രൈവേഴ്സ് ആയിരിക്കും. ഞാൻ ASIO ഡ്രൈവറുകളെ കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോയുടെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ ഒന്ന് കണ്ടാൽ ASIO ഡ്രൈവേഴ്സ് എന്താണെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു ഡിജിറ്റൽ ഓഡിയോ വർക്ക്സ്റ്റേഷനിലേക്ക് ഡാറ്റ എടുക്കാനും ഡിജിറ്റൽ ഓഡിയോ വർക്ക്സ്റ്റേഷനിൽ ഡാറ്റ തിരിച്ച് ഒരു ഇൻ്റർഫേസ് വഴി വെളിയിലേക്ക് കൊണ്ടുപോകാനും വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് ASIO ഡ്രൈവേഴ്സാണ്. അപ്പോൾ ഈ ASIO ഡ്രൈവേഴ്സ് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് കുറഞ്ഞ ലാറ്റൻസിയിൽ നമുക്ക് ഓഡിയോ കേൾക്കാൻ സാധിക്കത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മളൊരു മൈക്രോഫോണിൻ്റെ ഫ്രണ്ടിൽ നിന്ന് നമ്മൾ എന്തെങ്കിലും സംസാരിക്കുമ്പോൾ കുറച്ച് സമയം കഴിഞ്ഞേ നമുക്ക് തിരിച്ചതിൻ്റെ ഫീഡ്ബാക്ക് നമ്മുടെ ഹെഡ്ഫോണിൽ തിരിച്ചെത്തത്തുള്ളൂ. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിൽ ഒരു സിംഗറെ സംബന്ധിച്ചോളം ആ സിംഗറിനത് അരോചകത ഉണ്ടാക്കുന്നൊരവസ്ഥയാണ്. അപ്പം ഇത്തരം പ്രശ്നങ്ങളെല്ലാം ഒഴിവാക്കിക്കൊണ്ട് നമ്മളൊരു സെപ്പറേറ്റ് ഒരു ഡിവൈസ് ഡെവലപ്പ് ചെയ്തിട്ട് അത് ഒരു ഓഡിയോ റെക്കോർഡിംഗ് അല്ലെങ്കിൽ റീപ്രൊഡക്ഷൻ ടെക്നോളജിക്ക് മാത്രമായിട്ടുള്ള രീതിയിൽ ചെയ്തെടുക്കുന്ന ഒരു ഇൻ്റർഫേസാണ് നമ്മൾ സാധാരണ പ്രൊഫഷണൽ സൗണ്ട് കാർഡുകളായിട്ട് യൂസ് ചെയ്യുന്നത്. ഇത്തരത്തിലുള്ള ഒരു സൗണ്ട് കാർഡിൻ്റെ ഇൻറ്റേർണൽ ബ്ലോക്ക് ഡയഗ്രമാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് വിശദമായിട്ട് വരുന്ന വീഡിയോകളിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ അതിനകത്ത് പലതരത്തിലുള്ള ഇൻപുട്ടുകളുണ്ട്, പലതരത്തിലുള്ള ഔട്ട്പുട്ടുകളുണ്ട്. അതിനകത്ത് തന്നെ ഒരു പ്രോസസ്സിംഗ് സംവിധാനമുണ്ട്. അതുമാത്രമല്ല ഈ പറയപ്പെടുന്ന സിഗ്നലുകളെല്ലാം നമുക്ക് കമ്പ്യൂട്ടറിലേക്ക് എത്തിക്കേണ്ടതായിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതിനെക്കുറിച്ചൊക്കെ വിശദമായിട്ട് ഈ വരുന്ന വീഡിയോകളിൽ നമുക്ക് വിശദമായിട്ട് തന്നെ കാണാം. ഈ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഒരുപാട് ദീർഘിപ്പിക്കുന്നില്ല. നമുക്ക് എന്തായാലും ഈ ഇത്തരം ഡിവൈസുകളുടെ ഒരു വർക്കിങ്ങിനെ കുറിച്ച് ഏകദേശം ഒരു ധാരണയുണ്ടെങ്കിൽ നമ്മുടെ വർക്ക് ഫ്ലോ വളരെയധികം ബെറ്റർ ആക്കും. കാരണം വെച്ചാൽ നമുക്ക് വർക്ക് ഫ്ലോ ബെറ്റർ ആക്കുന്നത് എങ്ങനെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ അതൊന്ന് റെക്ടിഫൈ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു മെൻറ്റാലിറ്റി നമുക്ക് അല്ലെങ്കിൽ ഒരു കഴിവ് നമുക്ക് കിട്ടും. അപ്പോൾ അതിനെ ഒന്ന് പ്രാപ്തമാക്കുക എന്നുള്ളതാണ് ഈ വീഡിയോകളുടെ എല്ലാം ലക്ഷ്യം തന്നെ. അപ്പോൾ അത് വരുന്ന വീഡിയോകളിൽ നമ്മൾ ഇതിൻ്റെ ഇൻ്റർനെറ്റിനകത്ത് ഡാറ്റ ഫ്ലോ എങ്ങനെയാണെന്നും അങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ കുറച്ച് വിശദമായിട്ട് തന്നെ പോകുന്നുണ്ട്. കമ്പ്യൂട്ടറിലേക്ക് ഉപയോഗിക്കുന്ന കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങളെക്കുറിച്ചെല്ലാം നമ്മൾ വിശദമായിട്ട് തന്നെ അടുത്ത വീഡിയോകളിൽ നമ്മൾ പ്രതിപാദിക്കുന്നതായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു മൈ ഡിയർ ഫ്രണ്ട്സ്.